ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം നാം രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ. നാം 3 കാര്യങ്ങൾ രക്ഷയുടെ ഭദ്രതയോടുള്ള ബന്ധത്തിൽ നാം കണ്ടു. ഒന്നാമതായി രക്ഷദാനമാണ് എന്ന് നാം മനസ്സിലാക്കി. രണ്ടാമതായി നാം രക്ഷിക്കപ്പെടുമ്പോൾ നിത്യജീവന അവകാശികളാണ് എന്നുള്ളത് നാം കണ്ടു. മൂന്നാമതായിട്ട് നാം ദൈവത്തെ കൈക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള അധികാരം ദൈവം കൊടുത്തു എന്നുള്ളത് നാം കണ്ടു. ഈ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ആ മക്കളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി മക്കൾ അവകാശികളാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമുക്കൊരു വേദഭാഗം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഇവിടെ പറയുന്നത് നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. എവിടുത്തെ അവകാശികളാണ്? സ്വർഗത്തിലെ അവകാശികൾ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ആരുടെ കൂട്ടവകാശിയാണ്? ക്രിസ്തുവിന് കൂട്ടവകാശിയാണ്. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ അവകാശം സ്വർഗത്തിലാണ്. അവൻ സ്വർഗത്തിലുള്ളവനാണ്. എന്നാൽ ക്രിസ്തുവിന് നാം ക്രിസ്തുവിൻ്റെ മക്കളായി തീരുന്നതോടൊപ്പം ആ സമ്പത്ത്, ക്രിസ്തുവിൻ്റെ സ്വർഗരാജ്യം, സ്വർഗത്തിലെ സമ്പത്ത് നമ്മുടെയും അവകാശമായിട്ട് തീരുന്നു. അതേ, നാം എത്ര ഭാഗ്യമുള്ളവരാണ് എന്നൊന്നുള്ളതെന്ന് ഓർത്തി. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാകുന്നു. അതുകൊണ്ട് നമ്മുടെ രക്ഷ ഭദ്രതമാണ്. സ്വർഗത്തിൽ കൂട്ടവകാശികളായി തീരുവാനായിട്ട് ഉള്ള ഭാഗ്യം ലഭിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം എത്ര ഭാഗ്യമുള്ളവരാണ്, നമ്മുടെ രക്ഷ എത്ര ഭദ്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രാഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. ആദ്യം നമ്മൾ കണ്ടു ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിന് കൂട്ടവകാശികളെന്ന് പറഞ്ഞു. ഒന്നും കൂടെ അത് അരക്കിട്ട് ഉറപ്പിക്കുന്ന വിധം അബ്രാഹാമിൻ്റെ അവകാശികളായിട്ട്. എന്ന് വെച്ചാൽ അബ്രാഹാമിൻ്റെ അവകാശം, അബ്രാഹാം ജനിച്ചപ്പോൾ അവകാശം അവൻ അബ്രാഹാമിനെ തിരഞ്ഞെടുത്തു. അബ്രാഹാം ദൈവത്തിൻ്റെ മകനായി തീർന്നതോടുകൂടി അവനെ ജാതിയിൽ നിന്ന് തിരഞ്ഞെടുത്തു, അവന് അവകാശം കൊടുത്തു. ആ അബ്രാഹാമിൻ്റെ കുടുംബത്തിലാണ് യേശുക്രിസ്തു ജനിച്ചത്. അതിനുശേഷം ആ കുടുംബത്തിലേക്ക് നമ്മെയും ചേർത്ത് അങ്ങനെ നമ്മൾ അവകാശികളായിട്ട് തീർന്നു. സ്വർഗത്തിലെ അവകാശികളാണ് എന്നുള്ളത് നമുക്ക് ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. നാം ദൈവത്തിൻ്റെ അവകാശികളായതുകൊണ്ട് നമ്മുടെ രക്ഷ ഭദ്രമാണ് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നാം ദൈവമക്കളാണ്. നാം ദൈവമക്കളായതുകൊണ്ട് നാം സ്വർഗത്തിലെ അവകാശികളായിട്ട് തീർന്നു. രണ്ടാമതായിട്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലായിട്ട് തീർന്നു എന്നുള്ളത്. നമ്മൾ ഈ ലോകത്തിലെ പൗരന്മാരല്ല കേട്ടോ, നാം സ്വർഗത്തിലെ പൗരന്മാരാണ്. നമുക്കൊരു വേദഭാഗം വായിക്കാൻ. ഫിലിപ്പ്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ അതാണ് കാണുന്നത്. ഫിലിപ്പ്യർ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വം, നാം ഈ ലോകത്തിലെ പൗരന്മാരല്ല കേട്ടോ. നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നപ്പോൾ ദൈവം സ്വർഗത്തിലായതുകൊണ്ട് നമ്മുടെ പൗരത്വവും സ്വർഗത്തിലാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലെങ്കിൽ പ്രിയ സഹോദരിമാരെ, നമ്മുടെ രക്ഷ എങ്ങനെ നഷ്ടപ്പെടുവാനായിട്ട് സാധിക്കും? രണ്ടാമതായിട്ട് നാം മക്കളായതുകൊണ്ട് അവകാശികളാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ഉള്ളതാണ്. മൂന്നാമതായിട്ട് നമുക്ക് ലൂക്കോസ് 10-ന്റെ 20-ാം വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് 10-ന്റെ 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പിൻ. മക്കളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ പേരെഴുതിയിരിക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതാണ്. നാം അവകാശികളാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നമ്മുടെ പേരെഴുതിയിരിക്കുന്നത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ രക്ഷ ഭദ്രതയുള്ളതാണ്. നാലാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, പുത്രത്വം പ്രാപിച്ചവരാണ് നാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. നമ്മൾ പുത്രത്വം
പ്രാപിച്ചവരാണ്. പുത്രത്വം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുത്രത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യർ 4-ന്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അങ്ങനെ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശമാവുന്നു. നാം ഇന്ന് നമുക്ക് പുത്രത്വം ലഭിച്ചവരാണ്. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം ഇന്ന് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്വർഗത്തിലെ അവകാശികളാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നാം പുത്രത്വം, സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതി ഇരിക്കുന്നുണ്ട്. മാത്രമല്ല നാം പുത്രത്വം പ്രാപിച്ചവരാണ്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അടുത്തതായിട്ട് എഫെസ്യർ 2-ന്റെ നാം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ്. സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് എഫെസ്യ ലേഖനം 2-ന്റെ 6-ാം വാക്യത്തിൽ കാണുന്നത്, ക്രിസ്തയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങൾ കാണിക്കേണ്ടതിന് ക്രിസ്തയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. പൊസിഷനലി ഇന്ന് നമ്മൾ ലോകത്തിലാണ്, എന്നാൽ പൊസിഷനിൽ നാം ഇന്ന് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ്. നാം സ്വർഗത്തിന് അവകാശികളാണെന്ന് മാത്രമല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് മാത്രമല്ല, നാം പുത്രത്വം പ്രാപിച്ചവരാണ് എന്ന് മാത്രമല്ല, നമ്മുടെ സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതിയിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. എഫെസ്യർ 1-ന്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും ഇന്ന് നമ്മുടേതാണ്. അത് നമുക്കുള്ളതാണ്. അത് നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ രക്ഷ എത്രയും ഭദ്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു ദിവസം ഒരു രാജാവ് ഇങ്ങനെ വീതികളിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പാവപ്പെട്ട ധർമ്മക്കാരനായ ഒരു കൊച്ചു പ്രായത്തിലുള്ള ഒരു 7 വയസ്സായ പ്രായത്തിലുള്ള ഒരു പയ്യനിരുന്ന് അവൻ്റെ മുഖം കണ്ടാൽ വാത്സല്യമുള്ള മുഖം, അവനിരുന്ന് ഭിക്ഷ തേടുന്നത് കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ വിവരം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആരുമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ആരുടെ കയ്യിൽ നിന്നെങ്കിലും മേടിച്ച് ജീവിക്കുന്ന ഒരു ധർമ്മക്കാരനാണ്. ആ രാജാവിന് ആ പയ്യനോട് അലിവ് തോന്നി അവനെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അവനെ കുളിപ്പിച്ച് റെഡിയാക്കി അവന് രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ പദവിക്ക് തക്കതായ വസ്ത്രമൊക്കെ അവനെ ധരിപ്പിച്ചു. അവൻ്റെ കയ്യിൽ മോതിരമൊക്കെ ഇട്ടു. അവൻ്റെ തലയിൽ അവൻ്റെ കഴുത്തിൽ മാലയൊക്കെ അണിഞ്ഞു. അവനെ രാജകൊട്ടാരത്തിലെ പുത്രനാക്കി ആ രാജാവ് ദത്തെടുത്തു. ഇനി അവൻ ധർമ്മക്കാരനല്ല കേട്ടോ. അവൻ ധർമ്മക്കാരൻ ഇനി അല്ല, അവൻ രാജകുമാരനാണ്. അവൻ്റെ അവകാശം രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് അവൻ അവകാശം. അവൻ്റെ പൗരത്വം അവൻ ആ രാജാവിൻ്റെ പുത്രൻ എന്നുള്ളതാണ്. അവൻ്റെ പുത്രത്വം അവന് ലഭിച്ചിട്ടുണ്ട്. അവനെ രാജകൊട്ടാരത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. രാജാവിൻ്റെ സകല ലൗകിക അനുഗ്രഹങ്ങളും ഇനി അവനുള്ളതാണ്. ആ രാജകൊട്ടാരത്തിൽ അവൻ പുത്രനായിട്ട് അവന് വാഴാനുണ്ട്. ആ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത അവകാശം വേണമെങ്കിലും അവൻ രാജകുമാരനായതുകൊണ്ട് അതും അവന് ലഭിക്കാനായിട്ട്, അവകാശം മാത്രമല്ല അവന് ലഭിക്കാനായിട്ട് ഇടയായി എന്ന് വരാം. അനേകം പുത്രന്മാർ ഉള്ളൊരു ഇതിൽ അവരെല്ലാവരും പുത്രന്മാരാണ്. ആ ഭവനത്തിൽ ജനിച്ചവരും പുത്രന്മാരാണ്. പുത്രത്വം കിട്ടിയതുകൊണ്ട് ഈ ധർമ്മക്കാരനും പുത്രന്മാരാണ്. എന്നാൽ അവനൊരു ഡ്യൂട്ടിയുണ്ട് കേട്ടോ. അവനൊരു രാജകുമാരനായിട്ട് ജീവിക്കണം. ഇനി അവൻ ജീവിക്കേണ്ടത്, അവൻ്റെ സംസാരം അവനൊരു രാജകുമാരൻ്റേതായിരിക്കണം. അവൻ്റെ ചിന്ത അവനൊരു രാജകുമാരനായിട്ട്, ഒരു ധർമ്മക്കാരൻ്റെ ചിന്തയല്ല അവന് വേണ്ടിയത്. അവൻ രാജകുമാരനായിട്ട് തന്നെ ചിന്തിക്കണം. അവൻ്റെ വാക്കുകൾ, സംസാര രീതി, അവൻ്റെ നടത്തം, അവൻ്റെ പോക്ക്, അവൻ്റെ ഇരിക്കുന്നത്, ഇതെല്ലാം രാജകുമാരൻ്റേതായിട്ടിരിക്കണം. അവൻ ഭക്ഷണം കഴിക്കുന്നത് പോലും വാരി വലിച്ച്
ഒരു ധർമ്മക്കാരനായിട്ട് ജീവിച്ചപ്പോൾ കൈനീട്ടി വാരി വലിച്ച് ജീവിക്കുന്ന പോലെയല്ല. ഇന്നൊരു രാജകൊട്ടാരത്തിലിരിക്കുമ്പോൾ അവൻ ഊണുമേശയിലിരുന്ന് രാജകുമാരന്മാരുടെ ഒപ്പം അവരുടെ സ്റ്റാറ്റസിനൊപ്പം ഒരു രാജകുമാരനായിട്ട് അവന് ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട്. അവൻ്റെ എല്ലാ പ്രവൃത്തികളും അവന് ഇന്ന് ധർമ്മക്കാരനായിട്ടല്ല. അവൻ ധർമ്മക്കാരനായിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇന്നവൻ ധർമ്മക്കാരനല്ല, അവൻ രാജകുമാരനാണ്. അതുകൊണ്ട് അവൻ മനസ്സിലാക്കണം, എൻ്റെ അവകാശം, ഞാൻ ഈ രാജകൊട്ടാരത്തിലെ അവകാശിയാണ്, ഞാൻ ഈ രാജാവിൻ്റെ മകനാണ്, ഈ രാജാവിനുള്ളതെല്ലാം അവൻ്റെ പുത്രനാണ് ഞാൻ. അവൻ ആ രാജാവിൻ്റെ മകൻ എന്നുള്ള പേര് എനിക്ക് തന്നിട്ടുണ്ട്. ആ രാജാവ് കൊട്ടാരത്തിലാണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്. അത് രാജാവിൻ്റെ സകല അനുഗ്രഹങ്ങൾ എൻ്റേതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ രാജാവിൻ്റെ പദവിക്കും ധനത്തിനും ഒത്തവണ്ണം ജീവിച്ച് ഒരു രാജകുമാരനായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതേ സഹോദരിമാരെ, വെറും പുഴുക്കളായിരുന്ന നമ്മളെ, പാപികളായിരുന്ന നമ്മളെ, അതിക്രമക്കാരായിരുന്ന നമ്മളെ, യാതൊരു രീതിയിലും ദൈവത്തോട് അടുക്കുവാൻ യോഗ്യതയില്ലാതിരുന്ന നമ്മളെ കർത്താവ് ഈ ലോകത്തിൽ വന്നത് മുഖാന്തരമായിട്ട്, നമ്മുടെ പാവങ്ങൾക്ക് പകരമായിട്ട് മരിച്ചത് മുഖാന്തരമായിട്ട്, കർത്താവ് ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്നതുകൊണ്ട് അവൻ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നതുകൊണ്ട് ഇന്ന് നമ്മളെ ഉയർത്തിയിരിക്കുകയാണ്, നമ്മളെ മക്കളാക്കിയിരിക്കുകയാണ്, നമുക്ക് അവകാശം, സ്വർഗത്തിലെ അവകാശം തന്നിരിക്കുകയാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. മാത്രമല്ല നാം പുത്രത്വം പ്രാപിച്ചവരാണ്. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിൽ ആ ഒരു ചിന്തയോടുകൂടെ ജീവിക്കണം. നാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളാണ്. നാം ഈ ലോകത്തിൻ്റെ മക്കളല്ല, ഈ ലോകത്തിൻ്റെ ഉടയവനായ സാത്താൻ്റെ മക്കളല്ല കേട്ടോ. നാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം, ഓരോ ദിവസവും, ഓരോ നിമിഷവും, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്താഗതി, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഇരിപ്പ്, കിടപ്പ്, ഇതെല്ലാം നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ചിന്തയോടുകൂടെ നാം ജീവിക്കണം എന്ന് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടാകാം, എന്നാൽ നമ്മളോട് ക്ഷമിക്കുന്ന കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ അപ്പൻ വളരെ വാത്സല്യമുള്ളവനും ക്ഷമാശീലനുമായതുകൊണ്ട് നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിച്ച് വീണ്ടും ഈ ദൈവത്തിൻ്റെ മക്കളായിട്ട് നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഒരിക്കലും നമ്മുടെ ദൈവത്തിൻ്റെ പദവി നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല. എന്നാൽ ആ പദവിക്കൊത്തവണ്ണം ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.